ഇതിലൊരു പകപോക്കലുണ്ടോ? അല്ല, അതങ്ങനെ ഒരു വ്യക്തിയോടുള്ള പകപോക്കൽ എന്നതിനപ്പുറം അവിടെ നിലനിൽക്കുന്ന പൊതു സാഹചര്യം എന്താണെന്ന് പരിശോധിക്കുക ശ്യാമിലി. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ 27 ലക്ഷം പേർക്കാണ്, അതായത് അവിടെ നിലവിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുന്നത്. SIR-ൽ അവരുടെ പേര് വോട്ട് വെട്ടിപ്പോയിരിക്കുന്നു. 90 ലക്ഷത്തിന് മേലുണ്ടായിരുന്നു. അതിൽ ഈ നിലവിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന 27 ലക്ഷം പേർക്കാണ് വെട്ടിപ്പോയത്. അതിൽ 25 ലക്ഷം പേരും ഇപ്പോൾ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അപ്പീൽ. 25 ലക്ഷം അപ്പീലുകളാണ് ഇതിനിടയ്ക്ക് വന്നിരിക്കുന്നത്. അതിൽ തീർപ്പായതിൻ്റെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? അതുകൂടെ കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവുള്ളൂ. 25 ലക്ഷം അപ്പീലിൽ തീർപ്പായത് 6581 മാത്രമാണ് ഇതുവരെ. 6581 മാത്രം. പല കേസുകളിലും ഈ പറഞ്ഞതുപോലെ കോടതി ഇടപെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോടതി കർശനമായി ഇടപെടുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിനെ ഇത് ബാധിച്ചു. ഇതെങ്ങനെയാണ് SIR ഒരേ സമയം പാസ്പോർട്ടും പൗരത്വരേഖയും എല്ലാമായി മാറുന്നത് എന്നുള്ളതിന് ഏറ്റവും കൃത്യമായ തെളിവാണ് ഈ ഒരൊറ്റ സംഭവം. അതും രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജഗോപാലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്നത് SIR എന്നത് എങ്ങനെ പൗരത്വരേഖയായി മാറുന്നു, SIR-ലൂടെ എങ്ങനെയാണ് ഒരാളെ പൗരനായി നിർണ്ണയിക്കുന്ന നടപടിക്രമം കൂടി ഉണ്ടാകുന്നത്, വോട്ടർ പട്ടിക നിർണ്ണയിക്കുന്നതോടുകൂടി ഒരാളുടെ പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്.